നെക്സ്റ്റ് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് മോസ് സർക്കിൾ. ഈ മോസ് സർക്കിളിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ പ്ലെയിൻസും പ്രിൻസിപ്പൽ സ്ട്രെസ്സസും ഒക്കെ പഠിച്ചല്ലോ, മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കെ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു ജോമെട്രിക്കൽ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ മോസ് സർക്കിൾ. സോ മോസ് സർക്കിൾ ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ദ, വേണമെങ്കിൽ ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ എഴുതിക്കോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതിക്കോ. മോസ് സർക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് പ്രിൻസിപ്പൽ stresses, maximum shear stresses and their planes. അതാണ് മോസ് സർക്കിൾ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാവും? സിഗ്മ എക്സും സിഗ്മ വൈ ആൻഡ് ടോ തന്നിട്ടുണ്ടാവും. അതായത് ഇതാണ് നമ്മളെ സിഗ്മ എക്സ് വാല്യൂസ്, സിഗ്മ വൈ വാല്യൂസ് ആൻഡ് ടോ വാല്യൂസ്. അപ്പോൾ മോസ് സർക്കിളിലേക്ക് നമുക്ക് ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ലോഡിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടീഷൻ, നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സിഗ്മ എക്സ് ഹൊറിസോണ്ടലി, സിഗ്മ വൈ വെർട്ടിക്കൽ ആക്സിസിൽ ആൻഡ് ടോ. ഇങ്ങനെയല്ലേ ഉള്ളത്? ഇതാണ് ലോഡിംഗ് കണ്ടീഷൻ. എപ്പോഴും നമുക്ക് സിഗ്മ എക്സ് കൂടുതലായിരിക്കും, സിഗ്മ വൈ കുറവായിരിക്കും. അപ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഈസ്, ആദ്യം തന്നെ നമുക്കൊരു എക്സ് ആക്സിസ് കൊണ്ട് വരയ്ക്കാം. അതിലൊരു പോയിന്റ് ഒ മാർക്ക് ചെയ്യുന്നു. ഇനി ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് നോക്കുക, വളരെ ഈസിയാണ്. ഇത് ഈ സ്റ്റെപ്പ് എഴുതാൻ തന്നെ പണ്ടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. അപ്പോൾ ഒ എന്ന പോയിന്റ് എക്സ് ആക്സിസ് വരച്ചു, ഒ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഒ എന്ന പോയിന്റിൽ നിന്ന് സ്കെയിലിൽ സിഗ്മ എക്സിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ മാർക്ക് ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് പോയിന്റ് ഈസ് എ. എ എന്ന പോയിന്റ് ഒ എ ഈക്വൽ ടു, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒ എ ഈക്വൽ ടു സിഗ്മ എക്സ് വരച്ചു. ഇനി അതുപോലെ ഒ ബി ഈക്വൽ ടു സിഗ്മ വൈ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അസംഷൻസ് എടുക്കുന്നതെല്ലാം ഇതെല്ലാം ടെൻസൈലാണ്. സിഗ്മ എക്സ് സിഗ്മ വൈ ഒക്കെ ടെൻസൈലാണ്, അതായത് പുറത്തേക്കാണ്, പോസിറ്റീവ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒ ബി മാർക്ക് ചെയ്തു, വിച്ച് ഇസ് ഈക്വലൻ ടു സിഗ്മ വൈ. ഓക്കെ, അപ്പൊ സിഗ്മ എക്സും സിഗ്മ വൈയും നമ്മൾ മാർക്ക് ചെയ്തു ഈ ഗ്രാഫിൽ, ഈ ഒരു ലൈനിൽ. ഇനി നമുക്ക് ടോ അറിയാം. ഇവിടെ നമ്മളെ സ്റ്റാൻഡേർഡ് കൺവെൻഷൻ പ്രകാരം ഈ ടോ ഇവിടെ ഈ പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് അല്ലേ? ഈ ലൈനിൽ, ഈ ഒരു പ്ലെയിനിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷന്റെ ഒരു കാരണമാണ് അവിടെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ ക്ലോക്ക് വൈസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രകാരം എയിൽ നിന്ന് താഴോട്ട് ടോ വരുന്ന രീതിയിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു. സപ്പോസ് ദാറ്റ് ഈസ് സി. ക്ലിയർ ആണോ? എയിൽ നിന്ന് സി, ദാറ്റ് ഈസ് ടോ മാർക്ക് ചെയ്തു. അതേപോലെ ബിയിൽ നിന്ന് ഇങ്ങോട്ട് സെയിം സ്കെയിലിൽ തന്നെ വേറൊരു ടോ മാർക്ക് ചെയ്തു മുകളിലേക്ക്. സപ്പോസ് ദാറ്റ് പോയിന്റ് ഈസ് ഡി. അപ്പോൾ എ സി ടോ മാർക്ക് ചെയ്തു, അതുപോലെ ബി ഡിയും ടോ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സി ഡി എന്ന ലൈനിനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സി ഡി എന്ന ലൈൻ ജോയിൻ ചെയ്യുന്നത് ത്രൂ ദ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് ഇ. ഇയിൽ ജോയിൻ ചെയ്തു. ഇനിയാണ് നമ്മൾ മോർ സർക്കിൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഇ സി അല്ലെങ്കിൽ ഇ ഡി റെപ്രസെന്റ്സ് ദ റേഡിയസ് ഓഫ് ദാറ്റ് മോർ സർക്കിൾ. അത് റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു, ജോയിനിങ് ദിസ് സി ആൻഡ് ഡി, അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ ഇ സി ഒരു റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ വരച്ചു. ഈ സർക്കിൾ ഈ എക്സ് ലൈനിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. സപ്പോസ് ദിസ് ഈസ് ദ പോയിന്റ് ജി ആൻഡ് ദിസ് ഈസ് എച്ച്. ഇവിടെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒ ഇവിടെ ഉണ്ട്, എച്ച് ഇവിടെ ഉണ്ട്. ഇത്തരം പോയിന്റുകൾ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒ എ സിഗ്മ എക്സ് മാർക്ക് ചെയ്തു, ഒ ബി സിഗ്മ വൈ മാർക്ക് ചെയ്തു, എ സി ടോ എടുത്തു, ക്ലോക്ക് വൈസ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ബി ഡി ഈക്വലന്റ് ആയിട്ട് വരച്ചു, സി ഡി ജോയിൻ ചെയ്തു, ഇ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു, ഇ സി അല്ലെങ്കിൽ ഇ ഡി റേഡിയസ് ആയിട്ടൊരു സർക്കിൾ വരച്ചു. ദാറ്റ് സർക്കിൾ ഈസ് ദ മോസ് സർക്കിൾ. പണി കഴിഞ്ഞു. ഇനി ചെറിയ മെഷർമെന്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ എല്ലാ വാല്യൂസും കിട്ടും. നോക്കാം നമുക്ക്.
ഇവിടെ എ സി എന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ ശരിക്ക്? ടോ ആണ്, ഷിയർ സ്ട്രെസ് ആണ് അല്ലെ. നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ആണ് ഈ ടോ. ഈ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ ഇത്രയുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, അതായത് വെർട്ടിക്കൽ മെഷർമെന്റ് എല്ലാം ഷിയർ സ്ട്രെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള വാല്യൂ, സപ്പോസ് ദാറ്റ് ഈസ് ഇ കെ, അതുപോലെ ഇവിടേക്കുള്ള വാല്യൂ ഇ ജെ, ഇത് മാക്സിമം വാല്യൂ ആയിരിക്കില്ലേ ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ? അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് പറയുന്ന ടോ എന്ന് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് മാക്സിമം ഷിയർ സ്ട്രെസ് ആയിരിക്കില്ലേ? അപ്പൊ മാക്സിമം ഷിയർ സ്ട്രെസ് നമുക്ക് ഈ ഗ്രാഫിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിന്ന് കിട്ടുന്നത് എന്താണ്? ടോ മാക്സിമ എന്ന് പറയുന്നത് ഇ കെ റെപ്രസെന്റ്സ് അല്ലെങ്കിൽ ഇ ജെ റെപ്രസെന്റ്സ് ദ സിഗ്മ ടി മാക്സിമ, മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടി. ഇത് ഷിയർ സ്ട്രെസ് ആണല്ലോ ടോ. അപ്പൊ മാക്സിമം ഷിയർ സ്ട്രെസ് സിഗ്മ ടി മാക്സിമം എന്ന് പറയുന്നത് ഇ കെ അല്ലെങ്കിൽ ഇ ജെ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ടോ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് വാല്യൂ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു 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 വന്ന് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റി? ജി എന്ന എക്സാക്ട് പോയിന്റിൽ എത്തുമ്പോൾ എന്ത് പറ്റി? ടോ 0 ആയി. അതുപോലെ ഇങ്ങോട്ട് നോക്കാം. എച്ച് എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്ക് ടോ 0 ആയി, അല്ലെങ്കിൽ സിഗ്മ ടി 0 ആയി. ഷിയർ സ്ട്രെസ് 0 എന്ന പ്ലെയിൻ എന്ത് പറയും നമ്മൾ? പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ ഈ പോയിന്റ് ജിയും ഈ പോയിന്റ് എച്ചും റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ പ്ലെയിൻസിനെയാണ്. അപ്പൊ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും ഉറപ്പല്ലേ? ഇനി പോയിന്റിലേക്കുള്ള വാല്യൂ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതെങ്ങനെ എടുക്കാം? നമുക്ക് ഒ എ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ആയിരുന്നു. അത് ഒ എന്നുള്ള പോയിന്റ് എന്നാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഒ എ ഈക്വൽ ടു സിഗ്മ എക്സ്. ഒ ബി എന്ന് പറയുന്നത് സിഗ്മ വൈ ആണ് നമ്മൾ വരച്ചത്. അങ്ങനെയാണെങ്കിൽ ഒ ജി എന്തായിരിക്കും? ഒ ജി റെപ്രസെന്റ്സ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതേപോലെ ഒ എച്ച് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പൊ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും കിട്ടി. ഇപ്പൊ വാല്യൂസ് എല്ലാം കിട്ടി. ഇനി അതിന്റെ ആംഗിൾസ് എങ്ങനെ കിട്ടും എന്നാണ് നോക്കേണ്ടത്. ഈ ഫിഗറിൽ സി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എക്സ് വാല്യൂ അല്ലെ. ഒ എ എന്ന സിഗ്മ എക്സും ടോ ആണിത്. അപ്പൊ സി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എക്സ് വാല്യൂ ആണ്. അതേപോലെ ഡി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ വൈ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഇത് എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത് വൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇ സി എന്ന ലൈൻ റെപ്രസെന്റ്സ് ദ എക്സ് ആക്സിസ്, ഇ ഡി എന്ന ലൈൻ റെപ്രസെന്റ്സ് ദ വൈ ആക്സിസ്. പക്ഷെ നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും എപ്പോഴും 90 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെയോ ഇ സി എന്ന ലൈനും ഇ ഡി എന്ന ലൈനും 180 ഡിഗ്രിയിലുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോർ സർക്കിളിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾസ് എല്ലാം ആക്ച്വൽ ആംഗിൾസിന്റെ ഡബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇ സി റെപ്രസെന്റ് ദ എക്സ് ആക്സിസ്, ഇ ഡി റെപ്രസെന്റ്സ് ദ വൈ ആക്സിസ്. അത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വേണ്ടത് ശരിക്കും, പക്ഷെ ഇവിടെ 180 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് മെഷർ ചെയ്യുന്നു അതിന്റെ പകുതി എടുത്താലായിരിക്കും ആക്ച്വൽ ഉള്ള ആംഗിൾ. അപ്പൊ ഇ സി റെപ്രസെന്റ്സ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഈ ആംഗിൾ സിഇ ജി എന്ന് പറയുന്നത് ആംഗിൾ സിഇ ജി വിൽ ബി റെപ്രസെന്റിംഗ് ആംഗിൾ ടു ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് ദാറ്റ് വിൽ ബി 2 തീറ്റ അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ CEG represents 2 theta 1 where theta 1 is the angle to the അല്ലെങ്കിൽ inclination to the major principal plane. So angle CEJ ഈ ആംഗിൾ നമുക്ക് മെഷർ ചെയ്തിട്ട് this will be 2 theta 1. അപ്പോൾ theta 1 represents angle to the major principal plane. അപ്പം നമുക്കിവിടെ വാല്യൂ കിട്ടി. നേരത്തെ ഇക്വേഷൻ പ്രകാരം tan 2 theta is equal to sigma x minus sigma y by 2 tan 2 theta is equal to tau by sigma x minus sigma y by 2 എന്ന ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിരുന്ന ഒരു വാല്യൂ 2 theta 1 ഇവിടെ theta 1 കിട്ടി. മറ്റേ വാല്യൂ എന്തായിരിക്കും? theta 1 plus 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിനിലെ രണ്ട് വാല്യൂ ഇതത്ത് കിട്ടിയല്ലോ. എങ്ങനെ കിട്ടി? CEJ എന്നുള്ളത് ഇത് ഈ 2 theta 1 ആയിരിക്കും. അതിൽ theta 1 പകുതി എടുത്താൽ അത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിളും പ്ലസ് 90 എടുത്താൽ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിളും കിട്ടി. അപ്പോൾ രണ്ട് വാല്യൂസും ആംഗിളും കിട്ടി. സിമ്പിൾ അല്ലേ. ഇനി ഷിയർ സ്ട്രെസ്സിന്റെ ആംഗിൾ എങ്ങനെ കാണും നോക്കാം. ഇവിടെ
ഇതാണ് മേജർ മാക്സിമം ഷിയർ സ്ട്രെസ്, ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ലൈൻ. അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആംഗിൾ CEJ, ആംഗിൾ CEJ represents 2 theta of T maximum, അല്ലെ, സിഗ്മ ടി മാക്സിമം അല്ലെങ്കിൽ ടി മാക്സിമം. സിഗ്മ ടി മാക്സിമന്റെ ആംഗിൾ ആയിരിക്കും ഇത്. ദാറ്റ് ഈസ് 2 തീറ്റ സിഗ്മ ടി മാക്സിമം. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ ഈ സിഗ്മ ടി മാക്സിമയിലേക്കുള്ള ആംഗിളായി, അതും തീറ്റ പ്ലസ് 90 ഡിഗ്രി കിട്ടും. ഈസി അല്ലേ? കിട്ടി. ഇനി നമുക്ക് വേണ്ടത്, അപ്പൊ ഇതിലുള്ള മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻസും മേജർ പ്രിൻസിപ്പൽ വാല്യൂ, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ, മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ, മേജർ പ്രിൻസിപ്പൽ വാല്യൂ, മൈനർ പ്രിൻസിപ്പൽ വാല്യൂ, സ്ട്രെസ് വാല്യൂ, അതിന്റെ ആംഗിൾസ്, മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ഇത് അല്ലെങ്കിൽ ഇത്, അതിന്റെ ആംഗിൾ, ഇതെല്ലാം കിട്ടിയല്ലോ. അപ്പൊ മോർ സർക്കിൾ നമ്മൾ ആകെ ചെയ്തെന്താ, ഈ OAയും OBയും വരച്ച് ചെറിയ വരക്കല വരച്ചു. അപ്പൊ ഇതെല്ലാ വാല്യൂസിന്റെ അകത്ത് കിട്ടി. ഇനി നമുക്ക് ഇതിൽ സാധാരണ ചോദിക്കുന്നത് എന്താ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ വാട്ട് വിൽ ബി ദ സിഗ്മ n ആൻഡ് വാട്ട് വിൽ ബി സിഗ്മ t എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് ഇവിടെ എങ്ങനെ കാണാൻ പറ്റും, അതും കൂടി നോക്കാം. അപ്പോ തീറ്റ എന്ന ആംഗിളിലെ പ്ലെയിനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മോർ സർക്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും തീറ്റയ്ക്ക് പകരം 2 തീറ്റ വരയ്ക്കണം എന്നല്ലേ പറഞ്ഞത്, ഡബിൾ ആക്കി വരയ്ക്കണം. ഇവിടെയുള്ള കിട്ടിയ വാല്യൂസിനെ കാൽക്കുലേറ്റ് ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നതിന്റെ പകുതി ആയിരിക്കും. അതേപോലെ ഇവിടെ തീറ്റയാണ് കാണിക്കേണ്ടതെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ 2 തീറ്റയിൽ വരയ്ക്കണം. അപ്പൊ നമ്മളിവിടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് EC ആണ് അല്ലേ. അപ്പൊ ECയിൽ നിന്ന് ഒരു 2 തീറ്റ ആംഗിൾ ഒരു പ്ലെയിൻ വരച്ചു. സപ്പോസ് ദിസ് ആംഗിൾ ഇസ് 2 തീറ്റ. ഇത് ആംഗിളാണ് 2 തീറ്റ. 2 തീറ്റ ആംഗിളിൽ ഒരു ലൈൻ വരച്ചു. സപ്പോസ് ദാറ്റ് ഈസ് L. സോ EL റെപ്രസെന്റ്സ് ദിസ് ഇൻക്ലൈൻഡ് ലൈൻ അല്ലേ, കാരണം തീറ്റയാണ്. നമ്മൾ ECയിൽ നിന്ന് 2 തീറ്റ വരച്ചു, EL വരച്ചു. സോ EL റെപ്രസെന്റ്സ് ദ ഇൻക്ലൈൻഡ് ലൈൻ, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇനി ഈ EL എന്നതിന്റെ ഇവിടുത്തെ ഓരോ വാല്യൂസ് നോക്കാം. നമുക്കിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും മീറ്റിംഗ് ദ എക്സ് ആക്സിസ് M. And from this figure, this OM എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ സിഗ്മ n. OM represents സിഗ്മ n. അപ്പൊ ML എന്തായിരിക്കും? ML represents സിഗ്മ t. ഈ ഫിഗറിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരു ഹൈപ്പോട്ടന്യൂസ് വരച്ചാൽ ഇതിപ്പോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി അല്ലേ. OML എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. അതിൽ നിന്നും OL റെപ്രസെന്റ്സ് ദ സിഗ്മ R. സിമ്പിൾ. അപ്പൊ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ നോർമൽ സ്ട്രെസ്സും ടാൻജന്റ് സ്ട്രെസ്സും കാണാൻ പറഞ്ഞാൽ നമുക്ക് ആ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നത് എത്രയാണോ ആംഗിൾ അതിന് ഡബിൾ എടുത്തിട്ട് ECയിൽ നിന്നും ഡബിൾ ആംഗിളിൽ ഈ ലൈൻ വരച്ചാൽ ദാറ്റ് പോയിന്റ് L റെപ്രസെന്റ്സ് ദിസ് ഇൻക്ലൈൻഡ് ലൈൻ. ആ പോയിന്റിലേക്കുള്ള സിഗ്മ n വാല്യൂയും സിഗ്മ t വാല്യൂയും നമുക്ക് കിട്ടും. OL നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് OM ഈക്വൽ ടു സിഗ്മ n, ML ഈക്വൽ ടു സിഗ്മ t and OL represents the sigma R. So these are the normal and tangential stresses on a plane inclined at theta degree. കിട്ടിയല്ലോ. ഇതാണ് മോർ സർക്കിളിന്റെ യൂസേജ്. അപ്പോ നിങ്ങളുടെ ഒരു സീനിയർ ക്വസ്റ്റ്യൻ ബാച്ചിലെ ക്വസ്റ്റ്യനിൽ മോർ സർക്കിളിന്റെ പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡിസ്കഷൻ ചെയ്ത എല്ലാ പോയിന്റ്സ് അതിൻ്റെ അകത്ത് എഴുതുക. ഞങ്ങൾക്ക് അതിന്റെ PDF തരാം, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞതുമായിട്ട് വെച്ച് നിങ്ങളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയോ. വളരെ സിമ്പിൾ ആണ് അല്ലേ. ആ രീതിയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് അത് പഠിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കാൽക്കുലേറ്റ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻ, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എക്സെട്ര. അതിൽ കുറെ കുട്ടികൾ ചെയ്തത് മോർ സർക്കിൾ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ജസ്റ്റ് ഒരൊറ്റ പേജിൽ വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് അവർ എല്ലാ വാല്യൂസും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അതിൽ പ്രത്യേകിച്ച് ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല.
ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂസ് മോസ് സർക്കിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോസ് സർക്കിൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, ഒന്നുകൂടി ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ആ PDF അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോസ് സർക്കിൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഈ പ്രൊസീജിയർ ശരിക്കൊന്ന് എഴുതി പഠിക്കണേ. ഇനി നമുക്ക് ഇതിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ്. ഈ ഫിഫ്ത്ത് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടിലെ തിയറി പാർട്ട് കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം.